ഇനി ബുക്ക് പൊതിഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട. അമ്മ താ നോട്ടും ടെസ്റ്റും ഒക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ. ഓണപരീക്ഷ ആകുമ്പോഴത്തേക്കും നോട്ടിന്റെ പേജൊക്കെ നീ തീർക്കരുത്. എഴുതി തീർക്കണമെങ്കിൽ അമ്മയ്ക്ക് ഇത്ര വിഷമമില്ല. ഈ പേജുകളൊക്കെ പറിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി വിഷമമുള്ള ഒരു കാര്യമാണ് എന്റെ ലക്ഷ്യം. അമ്മക്ക് ഇങ്ങനത്തെ ഒരു നോട്ട് കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്കൂൾ തുറക്കാൻ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ബാഗും കോടിയും ചെരുപ്പും ഷൂവും പെന്നും പെൻസിലും ഒക്കെ വാങ്ങിച്ചു. അമ്മയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ സ്കൂൾ തുറന്ന് 2 ആഴ്ച കഴിയണം. ഇതെല്ലാം ഒന്നും ഉണ്ടാവില്ല. എല്ലാ നോട്ടും തന്നെ മേടിച്ചാൽ ഇത് വലിയ ഭാഗ്യം. നിനക്കിപ്പോ എല്ലാ കൊല്ലും ബാഗ് വാങ്ങിക്കുക. അമ്മയ്ക്കൊക്കെ ഒരു ബാഗ് മേടിച്ച കാര്യമായി. അതന്നെ കൊണ്ടോണം. എത്ര കൊല്ലം കൊണ്ട് അത് കീറി പറഞ്ഞാലേ പുതിയൊരു ബാഗ് കൊണ്ട് മേടിച്ചു തരുള്ളൂ. എന്ത് പുതിയ നോട്ട് റഫാക്കേ? ഇന്റെ ലച്ചോ, കഴിഞ്ഞ കൊല്ലത്തെ നോട്ടിന്റെ കുറെ പേജുകൾ ബാക്കിയുണ്ടല്ലോ. അപ്പൊ കുറെ പേജുള്ള ആ ബുക്കൊക്കെ കണ്ട് റഫാക്കിയ പോരെ? അമ്മക്ക് പഠിക്കണ കാലത്ത് കഴിഞ്ഞ കൊല്ലത്തെ നോട്ടിന്റെ ഒക്കെ പേജുകൾ ബാക്കിയുണ്ടാവും. അത് വരള്ളതും വരല്ലാത്തതും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഒക്കെ പേജ് പറിച്ചിട്ട് അമ്മമ്മ അങ്ങനെ തുന്നി തരും. ആ ബുക്കാണ് ഞങ്ങളൊക്കെ റഫാക്കുക. ചിലപ്പോ ചില സബ്ജക്റ്റിന് നോട്ട് തന്നെ അതൊക്കെ തന്നെ ആയിരിക്കും. ആ, ഇത് എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ നിനക്കൊക്കെ ഈ ഒരു വർത്താനം. അന്നത്തെ കാലം ഇന്നത്തെ കാലം. അന്നും ഞങ്ങളൊക്കെ പഠിച്ചിരുന്നു. എന്നാലും നിങ്ങളുടെ അത്ര ഇത്രയ്ക്ക് അങ്ങോട്ട് ആഡംബരം ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. ഞങ്ങളും പഠിച്ചിരുന്നു.